നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കുളത്തിൽ മുങ്ങിയ കുട്ടികൾക്ക് രക്ഷകരായി 2 വിദ്യാർത്ഥികൾ. 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ച കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഋതുനന്ദനും ശ്രീഹരിക്കും അഭിനന്ദന പ്രവാഹങ്ങൾ. കിടഞ്ഞിയിലെ ചീരോത്ത് ഹനീഫയുടെ മകൻ അഹ്നഫിനും കുവയിൽ സമീറിന്റെ മകൻ മുഹമ്മദ് സയാനുമാണ് കരിയാട് നമ്പ്യാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഋതുനന്ദിന്റെയും ശ്രീഹരിയുടെയും ധൈര്യത്തിന് തുണയായത്. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തി ഇരുവരും മറ്റൊന്നും ചിന്തിക്കാതെ കുളത്തിൽ ചാടി കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്ന അഹ്നഫിനെയും സയാനെയും കരക്കെത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ അവധി ദിനത്തിൽ കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു ഇരുവരും. സയാനാണ് ആദ്യം മുങ്ങിയത്. രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അഹ്നവും മുങ്ങിയത്. കൂടെയുണ്ടായിരുന്ന സഹപാഠിയുടെ നിലവിളി കേട്ടാണ് ശ്രീഹരിയും ഋതുനന്ദും ഓടിയെത്തിയത്. ഞാൻ ജാക്കറ്റ് ഇട്ട് കുത്തിരിഞ്ഞൊക്കെയാണ്. ഓരോരുത്തർ ജാക്കറ്റ് ഇടുവന്ന് തങ്ങു പോയി ഇങ്ങനെ കളിക്കും. അന്നേരം ഇവിടെ കുത്തുന്ന കുറേ വലിയ ആൾ പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കോണു ആയിട്ട് നീന്തി കളിക്കേ. നമ്മൾ നീന്തി കളിക്കുമ്പോൾ അപ്പാട് മുങ്ങിപ്പോയി. ഇവൻ്റെ അടുത്ത് ജാക്കറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഞാനങ്ങ് പിടിച്ച് നോക്കുമ്പോൾ ജാക്കറ്റ് കഴിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആണ്ടുപോയി. പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. പറയുമ്പം ബായിൽ വെള്ളം കയറും. നമ്മളിവിടുന്ന് കളിക്കായിരുന്നു. അന്നേരം മേലെ നിന്നുള്ള ഓല് പറഞ്ഞു ഓല് താണ്ടു വന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങേക്ക് തുള്ളി നമ്മളെണ്ടാളും കിട്ടിയില്ലേന്. പിന്നെ നോക്കുമ്പോൾ ഷർട്ട് ഉണ്ട്, അത് പിടിച്ച് വലിച്ച്. മറ്റൊന്നും ചിന്തിക്കാതെ ഇരുവരും കുളത്തിലേക്ക് എടുത്തു ചാടി ഇരുവരെയും കരക്കെത്തിക്കുകയായിരുന്നു. കിടഞ്ഞി മഹല്ല് കമ്മിറ്റി ഒരുക്കിയ ആദരിക്കൽ ചടങ്ങിൽ ഋതുനന്ദിനെയും ശ്രീഹരിയെയും പ്രത്യേകമായി അനുമോദിച്ചു. ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് കിടഞ്ഞി പ്രദേശം. ഇവിടെ ടൂറിസത്തിൻ്റെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്യുമ്പം തന്നെ ഈ അപകടകരമായ ഒരവസ്ഥയും നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ ഏതാണ്ട് 2-3ഓളം മക്കൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നടക്കുന്ന ഓർമ്മകൾ ഞങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരമൊരു സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേവലാതിയുള്ള കാര്യമാണ്. ഇവിടെ അതിലുപരി ഈ കുട്ടികളെ കണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ വെള്ളക്കെട്ടുകളും നീർച്ചാലുകളും ഒക്കെ ഈ പ്രദേശത്ത് സാധാരണയായി മഴക്കാലം വരുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ മക്കൾ ധൈര്യസമേതം നമ്മുടെ മക്കൾക്ക് ഇതൊരു പ്രചോദനമാണ്. ഇവിടെ പുഴയുടെ തീരമാണ്. ആ തീരത്ത് തന്നെ ഇപ്പം എല്ലാ രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലത്തിൻ്റെ ശേഷം ഒരുപാട് കുട്ടികൾ പുറത്തുനിന്നൊക്കെ വന്നുകൊണ്ട് പുഴയിൽ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ഭീതിയിലാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും ചില കുട്ടികളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല. അവരെ നിയന്ത്രിക്കാൻ നമ്മുടെ അടുത്ത് സംവിധാനങ്ങളുമില്ല. ഇവിടെ നമ്മുടെ ഈ മക്കൾക്ക് രക്ഷപ്പെട്ട കുട്ടികളും അവരെ രക്ഷപ്പെടുത്തിയ കുട്ടികൾക്കും ഈ നാട്ടിൻ്റെ തൊട്ടടുത്ത വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ ആബിദീൻ ഇരുവർക്കും 5000 രൂപ ക്യാഷ് അവാർഡ് പ്രത്യേകമായി നൽകി. കൂടെ പ്രായപൂർത്തിയായാൽ ഒരു വിനോദയാത്രയും വാഗ്ദാനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴാണ് സൈനുൽ ആബിദീൻ വിദ്യാർത്ഥികൾ ചെയ്ത ധീരപ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നത്. തങ്ങളുടെ ജീവൻ പോലും വകവയ്ക്കാതെ വിദ്യാർത്ഥികളെ രക്ഷിച്ച ഇരുവരെയും സൈനുൽ ആബിദ് ചേർത്ത് പിടിക്കുകയായിരുന്നു. സമഗ്ര ന്യൂസ്, പാനൂർ.